ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമ്മുടെ മാധവാനുഭവം കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഭഗവാനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് തന്നെ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പനാണ്. എല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ പാദപത്മത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഒരു നിമിഷമെങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ എന്തായാലും ആ ഒരു പൊന്നു ഗുരുവായൂരപ്പൻ്റെ നാമം ഒരിക്കലെങ്കിലും ഉച്ചരിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പം തന്നെ അറിയാം നമ്മളെ പൊന്നു ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദം, ആ ഒരു സന്തോഷം, അത് നമുക്കെല്ലാവർക്കും അനുഭവമാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ പൊന്നു ഗുരുവായൂരപ്പനിൽ ലയിച്ച് പ്രാർത്ഥിച്ചാലുണ്ടാവുന്ന അനുഭവം അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അതിൻ്റെ ഒരു മാധുര്യം, ആ ലയിച്ചിട്ട് നമ്മളിങ്ങനെ ഭഗവാനെ എല്ലാം മറന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാധുര്യം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അത് നമ്മളിപ്പോൾ നമ്മൾ കരുതുണ്ടാവും, രാവിലെ നമ്മളൊരു ദിവസം എനിക്കിന്ന് ഇത്രയും 108 തവണ ഇന്ന നാമം ജപിക്കണം, ഇന്ന നാമം ഞാൻ ഇത്രയും പൂർത്തിയാക്കും എന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പലപ്പോഴും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാനും സാധിക്കുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളുള്ള വീട്ടിൽ ഒരിക്കലും നമുക്ക് മനസ്സറിഞ്ഞ് ലയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു അസാധ്യമായ കാര്യം തന്നെയാണ്. പലതരം ചിന്തകളാവും നമ്മളത് മനസ്സിലൂടെ അപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടണം, രാവിലെ ഫുഡ് റെഡിയാക്കണം, അങ്ങനെ ഓരോരോ ചിന്തകളിലൂടെയാവും രാവിലെ ചിലപ്പോൾ നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. ഓരോ നിമിഷത്തിനെ കുറിച്ചാവും നമ്മളെ ചിന്ത. ഇത്ര നേരം നമ്മൾ സ്പെൻഡ് ചെയ്താൽ അങ്ങനെ അത് പൂർത്തിയാക്കാൻ പറ്റും, നമ്മൾ തിരക്കാണ്, അതാവോ ഇതാവോ എന്നൊക്കെ ചിന്തകളാവും. പലതരം ചിന്തകളിലൂടെയാണ് ഓരോ വ്യക്തിയും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു തിരക്കിനിടയിൽ നമുക്ക് ലയിച്ച് പ്രാർത്ഥിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടാവില്ല. അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് പലതരം ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് മാറണമെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ ഉണർന്നിട്ട് ആ ഒരു സമയത്തുള്ളൊരു പ്രാർത്ഥന, അതെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഭഗവാനിൽ ലയിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഏറ്റവും ആദ്യം പറയേണ്ടതെന്ന് വെച്ചാൽ അത് ബ്രഹ്മമുഹൂർത്തമാണ്. എല്ലാ ദേവീ ദേവന്മാരുടെയും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ് പുലർച്ചെ 4 മണി സമയം എന്നൊക്കെ പറയുന്നത്. അതിന് നമ്മൾ ആ സമയത്ത് ഉണർന്നെണീക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം. നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയും കൂടി നമ്മൾ കണക്കിലാക്കിയിട്ട് വേണം ആ സമയത്ത് നമ്മൾ എണീക്കാൻ. ആ സമയത്ത് എണീറ്റ് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എന്താ പറയുക, ആ ഒരു ഫീല് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫീലാവും. ആ ഒരു 4 മണി സമയത്ത് നമ്മൾ കുളിച്ച് വിളക്ക് വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക 108 തവണ നിങ്ങൾക്ക് ജപിക്കണം എന്നുണ്ടെങ്കിൽ അത് ജപിക്കുമ്പോഴൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ലയിച്ച് ഭഗവാനിൽ ലയിച്ച് സ്വയം മറന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതൊരു ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവും ആ സമയത്ത്. എല്ലാ സമയത്തും നമുക്കുടെ കൂടെ നമ്മളെ ഭഗവാൻ ഉണ്ടാവും അതല്ല, ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ലയിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. എല്ലാ തിരക്കുന്നിടയിലും ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണമെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കുള്ള ഈ ഒരു എന്താ പറയുക, ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ലയിക്കാൻ പറ്റും. ഈ ഒരു ലയിച്ച് സ്വയം മറന്ന് നമ്മളെ തന്നെ മറന്ന് ഭഗവാനിൽ ലയിച്ച് പ്രാർത്ഥിച്ച് നോക്കൂ. അപ്പോഴത്തന്നെ നമ്മൾ ആ ദിവസം തന്നെ നമുക്ക് എന്തായി മാറും, ഒരു പവർഫുള്ളായിരിക്കും, നമ്മളൊരു എനർജറ്റിക് ആയിരിക്കും ആ ഒരു ദിവസം തന്നെ. നമ്മളറിയാതെ തന്നെ നമ്മളെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ലയിച്ച് പ്രാർത്ഥിച്ചാൽ
സാധിക്കൂന്നല്ല ഞാൻ പറയണത്. പക്ഷേ ആ ഒരു ഫീല് നമുക്ക്, ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും, ഇപ്പോൾ ഈ ഞാനടക്കം നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്താ, നമ്മൾ ആ ഒരു ഭഗവാന്റെ കാൽപാദത്തിനടിയിലൊരു ധൂളി, അതായത് ഒരു തരി, മണൽത്തരി ആവാനെങ്കിലുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവരുടെയും മനസ്സിലും. അപ്പോൾ ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ലാത്ത ഒരു നാമജപം, ഏത് നാമാണോ നിങ്ങൾക്ക് ജപിക്കാൻ തോന്നുന്നത്, ആ ഒരു നാമം, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ നാമം ജപിച്ച് തുടങ്ങണം. ഇത് നമ്മളെ മക്കളെയും നമ്മൾ ഈ ഒരു സമയത്ത് പഠിപ്പിച്ച്, നമ്മുടെ മക്കളെയും നമ്മൾ ആ ഒരു ഇതിലേക്ക്, ആ ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുവരണം. അവരുടെ ഭാവിയും നമ്മൾ സന്തോഷകരമായി തീരാൻ നമ്മൾ അവരെയും പഠിപ്പിക്കുക. എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകണം എന്നല്ല, എപ്പോഴും നമ്മളെ മനസ്സിൽ നമ്മളൊരു ടൈം കിട്ടുകയാണെങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം നമ്മൾ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരികൃഷ്ണ ഓ നമോ ഭഗവതി വാസുദേവായ, വെറും നമ്മൾ നാരായണ നാരായണ എന്ന് ചൊല്ലിയാലും മതി. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു നാമം ചൊല്ലുമ്പോൾ ഭഗവാൻ നമ്മളെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ, ആ ഒരു വ്യക്തിയെ ഭഗവാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു നാമം ചൊല്ലുമ്പോഴും നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ഭഗവാന്റെ മനസ്സിലെന്താ, ഈ ഒരാളെ ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളൊരു മനസ്സുമായിട്ടാണ് ഭഗവാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നാമം ചൊല്ലുമ്പോഴോ നമ്മളെ മനസ്സിൽ പലതരം ചിന്തകളാവും. നമ്മളെ ചോറായിട്ടില്ല, കുട്ടികളെ പറഞ്ഞയച്ചിട്ടില്ല, ഈ ഒരു ചിന്തകളാവും നമ്മളെ മുന്നിൽ. പക്ഷേ ഭഗവാൻ നേരെ തിരിച്ചാണ്. ആരാണോ ഭഗവാന്റെ നാമം ചൊല്ലുന്നത്, അതേത് രീതിയിൽ തെറ്റിയാലും വേണ്ടില്ല, ഭഗവാൻ എന്താണ്, അത്രയും സന്തോഷകരമായിട്ടാണ് ആ ഒരു ഭക്തനെ ഭഗവാൻ നോക്കിക്കാണുന്നത്. ഭഗവാന്റെ സന്തോഷവും അതുതന്നെയാണ്. ഭഗവാൻ നമ്മളെ എന്താ പറയുക, എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കും. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാമം എന്നല്ല, നിങ്ങളെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാമം ഉണ്ടാവുമല്ലോ, ആ ഒരു നാമം ഒന്ന് ലയിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ ടെൻഷനിൽ നിന്നൊക്കെ, നമ്മളെ ടെൻഷനൊക്കെ എവിടെയാണ് പോവാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂല. അത്രയ്ക്കും എന്താ പറയുക, ഞാൻ പറയുന്ന എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു മാധുര്യം തന്നെയാണ് ആ ഒരു പാദപത്മത്തിൽ സാഷ്ടാംഗം മനസ്സുകൊണ്ട് പ്രണമിച്ച് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, ഒരു ദിവസം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളും അത്ര തന്നെ എന്താ പറയുക, സന്തോഷകരമായി തന്നെയാവും നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ച് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹങ്ങളും എല്ലാം നേടി നിങ്ങളുടെ ജീവിതം ഒരു സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നമ്മുടെ ഭഗവാന്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ പൊന്നു ശ്രീരാധയെ കൂടി നമ്മളെപ്പോഴും സ്മരിക്കുക. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമ്മളുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.